അങ്ങനെ ഞങ്ങളുടെ ക്രിസ്മസ് ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞു. ഞങ്ങളുടെ ബേബിയുടെ ഫസ്റ്റ് ക്രിസ്മസ് ആയിരുന്നു. ഇനി നമ്മുടെ ന്യൂ ഇയർ ആകാൻ വേണ്ടിയിട്ട് വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് വീട്ടിൽ സ്റ്റോക്ക് ചെയ്യാനുണ്ടായിരുന്നു. കൂടുതൽ എനിക്ക് കുറച്ച് മേക്കപ്പ് ഐറ്റംസും കൂടെ വാങ്ങിക്കാനുണ്ട്. ഏറ്റവും കൂടുതൽ വാങ്ങി കൂട്ടിയിട്ടുള്ളൊരു ഫേസസ് കാൻഡയുടെ ക്രീമാണ് കേട്ടോ, ഒരു സ്റ്റോക്ക് ക്രീം. വേണ്ടവർ എന്തായാലും ചെക്കൗട്ട് ചെയ്തോളൂ, ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട്. ഇനി വരുന്ന മിക്ക ദിവസങ്ങളും നല്ല തിരക്കായിരിക്കും ന്യൂ ഇയർ ആയതുകൊണ്ട്. അപ്പോൾ നമുക്ക് ബേബിയൊക്കെ ഉള്ളതുകൊണ്ട് ആ തിരക്കിൻ്റെ ഇടയിലൂടെ പോകാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ വിചാരിച്ചു നേരത്തെ നമുക്ക് ആ സാധനങ്ങളൊക്കെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ കൊച്ചിക്കാർക്ക് ഏറ്റവും വലിയ ആഘോഷം എന്തായാലും ന്യൂ ഇയർ തന്നെയാണ്. വീട്ടിലേക്കുള്ള കുറച്ച് സാധനങ്ങളും അതുപോലെ തന്നെ ഞങ്ങൾക്ക് കുറച്ച് ഡ്രസ്സ് വാങ്ങിക്കാറുണ്ട്, ബേബിക്ക് കുറച്ച് ഡ്രസ്സ് വാങ്ങിക്കാറുണ്ട്, പിള്ളേർക്കൊക്കെ വാങ്ങിക്കാൻ. എല്ലാ പിള്ളേരെയും റെഡിയാക്കി ഇച്ചാനും റെഡിയായിട്ട് എല്ലാവരും ഡയറക്റ്റ് കാറിലോട്ട് പോയിട്ട് ലാസ്റ്റ് ആണോ ഞാൻ കാറിൽ കയറാൻ വേണ്ടി വരുന്നത്. കാർ നമ്മൾ പുറത്താണേ പാർക്ക് ചെയ്ത്. നേരെ ഞങ്ങൾ പോയത് സ്റ്റുഡിയോയിലോട്ടാണ് കേട്ടോ. സ്റ്റുഡിയോയിൽ പോയിട്ട് സേറക്കും സയാനും ഡ്രസ്സ് എടുത്തില്ല. സയാൻ ഈ ഒരു ഡ്രസ്സാണ് കേട്ടോ എടുത്തത് നമ്മൾ. അതിനുശേഷം കുറേ നേരം നമ്മൾ നിന്നില്ല. സേറമോൾ ആ ഡ്രസ്സ് ഇട്ടിട്ട് അവിടെ തന്നെ നിൽക്കുവാണ്. ഞാൻ ആ ദൂരത്തില്ലെന്നും പറഞ്ഞ് ബില്ല് ചെയ്യാൻ പോലും തരുന്നുണ്ടായില്ല. തല്ലു പിടിച്ച് ലാസ്റ്റ് തന്നത്. സേറക്ക് എപ്പോൾ ഡ്രസ്സ് എടുത്താലും ഞാൻ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല. ബിക്കോസ് അവൾക്ക് ഞാൻ എടുക്കുന്ന ഡ്രസ്സ് ഒട്ടും ഇഷ്ടപ്പെടില്ല. ഇത്ര ചെറുപ്പത്തിലേ അവൾക്ക് അവരുടേതായ കുറേ ഇഷ്ടങ്ങളുണ്ട്. സോ കുഞ്ഞുങ്ങളാണല്ലോ, പണ്ടത്തെ പോലത്തെ കുട്ടികളൊന്നും അല്ലല്ലോ. അവരുടെ ഇഷ്ടത്തിന് അവരെന്തായാലും ഡ്രസ്സ് എടുക്കും. ഒട്ടും ലേറ്റ് ആക്കാണ്ട് നമ്മൾ അടുത്ത സ്പോട്ടിലേക്ക് വന്നു. കല്യാൺ സിൽക്സിലേക്കാണ് കേട്ടോ. പിന്നെ മോസ്റ്റ്ലി ഞങ്ങൾ അമ്മച്ചിക്കും പപ്പക്കും മമ്മിക്കൊക്കെ ഡ്രസ്സ് എടുക്കുന്നത് ഇവിടെ നിന്നാണ്. അത്യാവശ്യം നല്ല സൽവാർ മെറ്റീരിയൽസിന്റെ കളക്ഷൻസ് ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. അങ്ങനെ അമ്മച്ചിക്കും മമ്മിക്കും പപ്പയ്ക്കും ഉള്ള ഡ്രസ്സൊക്കെ നമ്മൾ എടുത്തിട്ട് ഒട്ടും ലേറ്റ് ആക്കാണ്ട് നമ്മൾ നേരെ പോയത് ബേബിക്ക് വേണ്ടി ഡ്രസ്സ് എടുക്കാനാണ് കേട്ടോ. ബേബിക്ക് നമുക്ക് ഒരിടത്തും ഡ്രസ്സ് കിട്ടുന്നുണ്ട്. ലാസ്റ്റ് നമ്മുടെ ഫോർട്ട് കൊച്ചിയിലുള്ള ആമീസ് വേൾഡിലാണ് കേട്ടോ നമ്മൾ ഡ്രസ്സ് എടുത്തത്. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ നമ്മുടെ വീട്ടിലേക്കുള്ള കുറച്ച് സാധനങ്ങളും ഐറ്റംസ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടാകും. നമുക്ക് എടുക്കാൻ പറ്റില്ല, നല്ല തിരക്കുള്ള സ്ഥലമായിരുന്നു. നമ്മൾ കാറി എന്നിട്ട് ചാനാണ്ട് പോയി വാങ്ങിച്ചതൊക്കെ. നമ്മൾ ഡ്രസ് ഷോപ്പിൽ മാത്രം നമ്മൾ ഇറങ്ങിയുള്ളൂ. അങ്ങനെ എല്ലാ ഷോപ്പിംഗും ഒട്ടും ലേറ്റ് ആക്കാണ്ട് നമ്മൾ നേരെ വീട്ടിലേക്കാണ് പോകുന്നത്. വീട്ടിൽ വന്നപ്പോൾ 2 പേർക്കും നല്ല ഉറക്കം വരുന്നുണ്ട്. ഒരാൾ കരച്ചിൽ പോയി, ഒരാൾ അപ്പുറത്തെ റൂമിൽ കിടത്തേക്കുമാണ് കേട്ടോ. കൂടുതൽ കുറച്ച് ബെറ്റർ എൻ്റെ സൈക്കോട്ട് തന്നെയാണ്. അവന് വളരെ അഡ്ജസ്റ്റഡ് ആണ്. അവൻ കുഞ്ഞിലേ തൊട്ട് ഭയങ്കര അഡ്ജസ്റ്റഡ് ആയിരുന്നു. അപ്പോൾ നിങ്ങളുടെ ന്യൂ ഇയർ ആഘോഷങ്ങളൊക്കെ എവിടം വരെ എത്തിയെന്ന് കമന്റ് ചെയ്യും കേട്ടോ.